എന്തായാലും താങ്കളുടെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ആദ്യം എന്താണ് ഈ പൗരത്വ നിയമം, കാരണം വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. പൗരത്വ നിയമം എന്ന് പറഞ്ഞാൽ ഉടനെ ആളുകൾ, ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, നമ്മുടെ സമ്പത്തിനെ പോലുള്ള ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നത് ഇതേതാണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കെതിരാണ് എന്നുള്ളതാണ്. ഇപ്പം ഇവിടുത്തെ ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ഏതെങ്കിലും 4 പൗരത്വം ഈ നാട്ടിൽ നിന്ന് പോയി പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ കഴിയുന്ന ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുന്നതിന് എന്താ ഇത്ര വിഷമം? ബൗദ്ധനും ജൈനനും ഹിന്ദുക്കൾക്കും കൊടുക്കുന്നതിന് എന്തിനാ ഇവർ വിഷമമുണ്ടാക്കുന്നത്? ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വല്ലാതെ ശബ്ദം ഉണ്ടാക്കുന്നവർ ക്രിസ്ത്യാനിക്ക് 4 പൗരത്വം കൊടുക്കുന്നതിന് എന്തിനാ ഇത്ര വിഷമം കാണിക്കുന്നത്? അതുകൊണ്ട് അതിൻ്റെ നിയമം എന്താണ് എന്ന് പ്രേക്ഷകരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഇത്രയേ ഉള്ളൂ. പൗരത്വ നിയമം 1955, അതിൻ്റെ വകുപ്പിലെ 2-ാം ഉപവകുപ്പ് 1 ഉപവാക്യം താഴെ പറയുന്ന നിബന്ധനകൾ കൂടി ഉൾപ്പെടുത്തുന്നു. ചെറിയ നിബന്ധന ഉൾപ്പെടുത്തുന്നു, അത്രയേ ഉള്ളൂ. ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈൻ, പാർസി, ക്രിസ്ത്യൻ സമുദായങ്ങളിൽപ്പെട്ട അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിൽ 2014 ഡിസംബർ 31 മുമ്പ് പ്രവേശിക്കുന്ന ഏതെങ്കിലും വ്യക്തിയെ പാസ്പോർട്ട് പ്രവേശന നിയമം 1920 വകുപ്പിലെ 3 ഉപവകുപ്പിലെ 2 ഉപവാക്യത്തിലെ വ്യവസ്ഥകളിൽ നിന്നും അല്ലെങ്കിൽ ഫോറിനേഴ്സ് ആക്ട് 1946 അല്ലെങ്കിൽ അതിൻ്റെ കീഴിലുള്ള ഏത് ചട്ടമോ ഉത്തരവോ ബാധകമാക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നു. ഇതാണല്ലോ ഈ പൗരത്വ നിയമം എന്ന് പറയുന്നത്. ഗോപാലകൃഷ്ണൻ, താങ്കൾ പറഞ്ഞതുപോലെ അല്ല, ഇനി ചോദിക്കട്ടെ, ഇന്ത്യ പക്ഷേ തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ലല്ലോ. ഇന്ത്യ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണ്. അപ്പോൾ 3 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ 2014 വരെ വന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കുമ്പോൾ പൗരത്വം കൊടുക്കുന്നതിന് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. പൗരത്വം കൊടുക്കുന്നതിന് വലിയ പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പൗരത്വം കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ അങ്ങനെ പൗരത്വം കൊടുക്കുമ്പോൾ ഒരു വിഭാഗത്തെ, ഒരു മതത്തെ ഒഴിവാക്കിയിരിക്കുന്നു. ഇപ്പോൾ ബംഗാളിൽ അല്ലെങ്കിൽ ആസാമിൽ താമസിക്കുന്ന 2014 മുമ്പ് വന്നിട്ടുള്ള ഒരാൾ, അയാൾ ഹിന്ദു ആണെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണെങ്കിൽ അയാൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം, പൗരത്വം കിട്ടും. പക്ഷെ അയാൾ മുസ്ലിം ആണെങ്കിൽ അയാൾക്ക് പൗരത്വം കിട്ടില്ല. ഇതാണ് പ്രശ്നം. ഇതിപ്പോ ആർട്ടിക്കിൾ 14 ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ദ ലോ. ഒരു പേഴ്സണും, ഒരു വ്യക്തിക്കും, ഒരു പൗരനും എന്നല്ല, ഒരു വ്യക്തിക്കും നിയമത്തിന് മുൻപിൽ തുല്യത നിഷേധിക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുമ്പോൾ അങ്ങനെ ഒരു മതവിഭാഗത്തിൽ പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരു അഭയാർത്ഥിക്ക് പൗരത്വം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതിനെയാണ് എല്ലാവരും എതിർക്കുന്നത്. ഞാനതിന് ഉത്തരം പറഞ്ഞോട്ടെ. ഒന്നാമത് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. ഏത്? അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 14-ാമത്തെ, ഞാൻ പറഞ്ഞുതരാം. കോൺസ്റ്റിറ്റ്യൂഷൻ 14 ആ വകുപ്പിനെ പറ്റി താങ്കൾ പറഞ്ഞല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 14-ാമത്തെ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരന്മാർക്കാണ്, പൗരത്വമുള്ള പൗരന്മാർക്കാണ്. പൗരത്വ നിയമം എന്ന് പറഞ്ഞാൽ പൗരത്വം ഇല്ലാത്ത പൗരന്മാർക്കാണ്. രണ്ടും രണ്ടാണ്. അല്ല, വേണ്ട, ഞാനൊന്ന് പറയട്ടെ. ഞാൻ ഭരണഘടന എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പാണ്. ഭരണഘടന എന്ന് പറയുന്നത് സിറ്റിസനാണ്. ഭരണഘടന സിറ്റിസനാണ്, അല്ലാണ്ട് ഇന്ത്യൻ ഭരണഘടന അമേരിക്കക്കാരനല്ല. ഇന്ത്യൻ ടെറിട്ടറിയിൽ താമസിക്കുന്ന എല്ലാവർക്കും, പൗരന്മാർക്കും പൗരന്മാരല്ലാത്തവർക്കും നിയമത്തിന് മുൻപിൽ തുല്യത എന്നാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അത് പൗരത്വമുള്ള ആൾക്ക് മാത്രമല്ല ഈ അവകാശം. ഞാനെന്നാ അങ്ങോട്ട് പറഞ്ഞു തരാം. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസനാണ്. നിങ്ങൾക്ക് അതിനകത്ത് ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചോദിക്കാം. പക്ഷെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പൗരന്മാർക്കുള്ളതാണ്.